എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ സ്റ്റിച്ച് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. മുറിവൊക്കെ കൃത്യമായി ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്നത് വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വളരെ നല്ലതല്ലേ. ചെറിയൊരു ക്ലീനിങ് ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കല്ല, നമുക്കായാലും മുതിർന്നവർക്കായാലും ഒരു പേടിയുണ്ടാകും. ആ സമയത്ത് നമ്മൾ പരിഭ്രമിക്കാതെ ശാന്തമായി നിൽക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ കൂളായിരുന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ പേടി പകുതിയും കുറയത്തുള്ളൂ. നമ്മളെ കുഞ്ഞിനേക്കാളേറെ പേടി ഇതൊക്കെ വെച്ചുകൊണ്ടെന്നാൽ അവർക്ക് അതിനേക്കാളേറെ പേടിയും ടെൻഷൻ കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞ് അവൻ്റെ മൈൻഡൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അവന് കുറേ എന്നോട് പറയുന്നത് ചോളം വേണമെന്ന്. ഇതിനൊക്കെ ഇവിടെ ചോളം എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചോളമൊക്കെ വാങ്ങി ശേഷം ബേക്കറിയിലോട്ട് പോയി അവൻ്റെ മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അവനക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടായി, എടുക്കുമ്പോൾ ഒരു വേദന, അങ്ങനെ ആ ഒരു ഇതുണ്ടായി. അങ്ങനെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറിയിട്ട് ചോക്ലേറ്റും കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങി. അങ്ങനെ അവൻ മാത്രമല്ല എൻ്റെ അനിയൻ കൂടി ഉണ്ടായിരുന്നു ഒപ്പം. അവനെന്തോ കുടിക്കാനെന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കാൻ ഗോട്ടി സോഡയില്ലേ, അത് വാങ്ങിയവന്. അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത്. പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിന്. ഞങ്ങൾ സാധാ മസാല മോരാണ് കുടിച്ചത്. അങ്ങനെ അതൊക്കെ ആയി കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് വാങ്ങിക്കൊടുത്തപ്പോൾ അവൻ്റെ മൈൻഡൊക്കെ ഓക്കെ ആയി. വേദനയുള്ള ആ ഒരു ഇതില്ലേ, അത് അവൻ മറന്ന് അവന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷത്തിൽ അവന് ആ വേദനയൊക്കെ മറന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. റിക്ഷയിൽ കയറി ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയണ്ടേ, റിക്ഷയിൽ നിന്ന് ചോളം എടുത്തുകൊണ്ട് എൻ്റെ അനിയന് ഓടുന്നു ആ ചളിയിൽ. മഴയൊക്കെ വന്നിട്ടില്ല, ഭയങ്കര ചളി ഇതൊക്കെ ആയിട്ട്. മുറ്റമൊക്കെ കണ്ടാൽ മതി, അടിക്കാത്ത മുറ്റം പോലെയുണ്ട്. കാരണം അടിച്ചടിച്ചിട്ട് മടുത്ത് അങ്ങനെ ഇല വീണോണ്ടിരിക്കും അടിക്കുന്നു. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.